ഡിവോഴ്സ് ആയപ്പോ തന്നെ പുള്ളിക്കാരിനെ കൊണ്ട് വന്നപ്പോ ഡിവോഴ്സ് ആവാൻ പോവാണോ അങ്ങനെ? അദ്ദേഹം ഒരു ആക്ടർ എന്ന നിലയിൽ വളരെ നല്ല ആക്ടറാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജനമനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിജയും ദൃശ്യമൊക്കെ കല്യാണം കഴിക്കാൻ പോണ കാര്യം ഭയങ്കരമായിട്ട് ഗോസിപ്പ് വന്നേക്കാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ ഡൈവോഴ്സിന്റെ പക്കത്താണ് നമ്മുടെ വിജയായാലും. അപ്പൊ ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോ നിങ്ങൾക്ക് ഉണ്ടായ റിയാക്ഷൻ എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് നമ്മളത്തെ ചോദ്യം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ജനമനസ്സ് എല്ലാവരും ഫോളോ ചെയ്യുക. വിജയും ദൃശ്യം തമ്മിലുള്ള വിവാഹം കഴിക്കാമെന്നുള്ള ഗോസിപ്പ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് എന്റെ ഒരു ഇതില് ചീറ്റിംഗ് ആണ് ഞാൻ കണ്ടേക്കുന്നത്. ലൈക്ക് നമ്മള് മീഡിയാസിലൊക്കെ വായിച്ചനുസരിച്ച് ചീറ്റ് ചെയ്ത പോലെ കണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ലോയൽ ആവാത്ത പോലെ തോന്നിയിട്ടുണ്ട് വിജയ്. അത് അദ്ദേഹത്തിന്റെ ഭാര്യനെ പറഞ്ഞിട്ടുണ്ടല്ലോ ലോയൽ അല്ല എന്നുള്ളത്. മുന്നേ എന്തോ ഇതിനെ പറ്റി ഓരോ കാര്യങ്ങൾ നടന്നായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതെനിക്ക് ഇതായിട്ട് തോന്നിയില്ല. സോ അതിനെ സപ്പോർട്ട് ചെയ്ത് കുറെ പേര് അങ്ങനെ മീഡിയാസിലൊക്കെ കണ്ടു. അവിടെ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രൈവറ്റ് കാര്യമല്ലേ ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് ആരുടെ കൂടെ ജീവിക്കുന്നത് അങ്ങനെ കണ്ടു. പക്ഷെ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം വരുമ്പോഴത്തേക്കും ഇവരിതുപോലെ അവരുടെ ലൈഫിലോട്ട് കൂടുതൽ ഇന്റർഫിയർ ചെയ്തിട്ട് എല്ലാവരും അവരുടെ ജഡ്ജ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ വിജയ് ഒരു ഇത്ര പൊളിറ്റിക്കൽ പവറുള്ള ഒരാളാണ്, നല്ലൊരു നടനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ യങ് ജനറേഷൻ ഉള്ളവര് അത് കണ്ട് ഇൻസ്പയർ ആവുന്ന കുറെ പേരുണ്ടല്ലോ. അപ്പൊ അത് എനിക്ക് അത്ര ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ വിജയും ദൃശ്യം തമ്മിലുള്ള ഒരു കല്യാണം ഗോസിപ്പ് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് വിജയ് എന്ന് പറഞ്ഞാ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. പെട്ടെന്ന് ഇത് അറിഞ്ഞപ്പോ ആകെ ഒരു റിയാക്ഷൻ. ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഡിവോഴ്സ് തന്നെ എല്ലാരും റൂമർ തെറ്റായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാളപ്പം തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒരു ഫാൻ ബേസ് ഒന്ന് ചെറുതായിട്ട് ഇടിഞ്ഞ പോലെ തോന്നി. അതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതോ എതിർക്കാണോ? ആ ഒരു ഇപ്പൊ ദൃശ്യം വിജയം കല്യാണം കഴിക്കുകയാണെങ്കിൽ ചോദിച്ചാ എല്ലാവർക്കും അവനവന്റെ ഇഷ്ടം എന്ന രീതിയിലല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട അവര് കെട്ടുന്നു, ഇഷ്ടപ്പെടാത്ത വൈഫിനെ ഡിവോഴ്സ് ചെയ്യുന്നു. എനിക്കറിഞ്ഞ പറ്റി. ഓക്കെ ഓക്കെ. തൃശ്ശയുടെയും കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ളൊരു ഗോസിപ്പ് ഉണ്ടായല്ലോ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിനെപ്പറ്റി പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അതിപ്പോ അവരുടെ പേഴ്സണൽ ലൈഫ് നമുക്കറിയില്ലല്ലോ. ആൾക്കാർ ശരിക്കും അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആവാൻ സാധ്യത തോന്നുന്നുണ്ടോ? അറിയില്ല ഇതിനെ പറ്റി. അത് അവരുടെ കാര്യമല്ല. നമുക്കിപ്പോ പേഴ്സണൽ ലൈഫിൽ കയറി ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ന്യൂസ് അറിഞ്ഞപ്പോ നിങ്ങൾക്ക് ഉണ്ടായ റിയാക്ഷൻ എന്തായിരുന്നു? റിയാക്ഷൻ എന്ന് പറയാൻ റിയാക്ഷൻ നമ്മളത് എക്സ്പെക്ട് ചെയ്തില്ല. അത്ര വിജയനോടുള്ള ഒരു സ്നേഹമൊക്കെ കുറഞ്ഞോന്ന് വെച്ചാൽ കുറച്ച് കുറഞ്ഞുണ്ടാവും. സത്യമാണെങ്കിൽ നമുക്ക് കുറയും. പക്ഷെ സത്യമാണോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടം ഉണ്ടാവില്ല ഉള്ളിൽ. നമ്മുടെ വിജയും ദൃശ്യം കല്യാണം കഴിക്കാൻ പോകുന്ന ഗോസിപ്പ് ഉണ്ടായല്ലോ, സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിങ് ആണ്. പിന്നെ ഡൈവോഴ്സ് ആവാൻ പോണ കാര്യമൊക്കെ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ന്യൂസ് അറിയുമ്പോ നിൽക്കുണ്ടായ റിയാക്ഷൻ എന്തായിരുന്നു? അത് സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. നിങ്ങക്ക് വിജയനോടുള്ള ഇഷ്ടം കുറഞ്ഞായിരുന്നോ ഇത് അറിഞ്ഞപ്പോ? ഇല്ല, ക്യാരക്ടർ നമ്മള് മൂവിയിൽ അഭിനയിക്കുമ്പോഴാണോ? നമ്മുടെ വിജയുടെയും തൃശ്ശയുടെയും കല്യാണം ആവുമ്പോന്നുള്ളൊരു ഗോസിപ്പ് ഉണ്ടായല്ലോ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ചീറ്റിംഗ് ആണെന്നുള്ള റൂമേഴ്സ് കണ്ടേ. അപ്പൊ നിങ്ങൾക്കത് കണ്ടപ്പോ നിങ്ങളുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നു? പുള്ളി അങ്ങനെ ചെയ്യില്ല എന്നാ വിചാരിച്ചിരുന്നേ. ഡിവോഴ്സ് ആയപ്പോ തന്നെ പുള്ളിക്കാരിനെ കൊണ്ട് വന്നപ്പോ ശോകായിരുന്നു കുറച്ച്. അവളോടുള്ള ഇഷ്ടം പോയോ? എനിക്ക് ഇഷ്ടമല്ലായിരുന്നോ? ഇപ്പൊ വീണ്ടും ഇഷ്ടം മൊത്തത്തിൽ പോയി. കുറച്ചുണ്ടായതൊക്കെ ചീറ്റർ അല്ലേ. സോ ബേസിക്കലി ചീറ്റേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. വിജയും ദൃശ്യം കല്യാണം കഴിക്കാൻ പോകുന്ന ഗോസിപ്പ് നമ്മുടെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരുടെ ഇഷ്ടം. ഡൈവോഴ്സ് ഒക്കെ ആയാലും വിജയ് ഡൈവോഴ്സ് ആവാൻ പോവാണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ അവരുടെ ഇഷ്ടമാണല്ലോ. അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല, ഡിവോഴ്സ് ആവട്ടെ. ഈ ന്യൂസ് അറിഞ്ഞപ്പോ നിങ്ങക്ക് എന്തായിരുന്നു റിയാക്ഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ്? അങ്ങനെ ചോദിച്ചാ ഒരു ഡിവോഴ്സ് ആവാൻ പോവാണോ അങ്ങനെ. പിന്നെ ഞാനങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യുന്ന ടൈപ്പല്ല.
ഇഷ്ടം കുറഞ്ഞായിരുന്നു വിജയനോടുള്ള? ഇഷ്ടം കുറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു വിജയായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ഗോസിപ്പ് ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കാണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ചിലപ്പോ സത്യമായിരിക്കും, എനിക്ക് അറിയാൻ പാടില്ല. വിജയും തൃശയും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, എനിക്ക് അറിയാൻ പാടില്ല. ആ ന്യൂസ് കണ്ടപ്പോ നിങ്ങൾക്ക് റിയാക്ഷൻ എന്തായിരുന്നു പെട്ടെന്ന്? നെറ്റിൽ പോയി അല്ല, നെറ്റ് അവര് ഭാര്യ ഡിവോഴ്സിനെ അപേക്ഷിച്ചല്ല, അപ്പൊ ചിലപ്പോ അതായിരിക്കും റീസൺ, അറിയില്ല. ചർച്ച നിങ്ങൾക്ക് വിജയനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞോ ഇത് കേട്ടപ്പോ? അല്ല, ഒരു പേഴ്സണാലിറ്റി, ആ ക്യാരക്ടർ സിനിമയില് നടനായ രീതിയിൽ ഇഷ്ടമാണ്, പക്ഷെ കാര്യം സത്യമാണെങ്കിൽ ഇഷ്ടവും കുറെ ഇതുണ്ട് കുറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഓക്കെ. കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഗോസിപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിപ്പോ അവരുടെ ജീവിതമല്ലേ, അവരല്ലേ ജീവിക്കാൻ തീരുമാനിക്കേണ്ടതൊക്കെ. അതിനിപ്പോ നമ്മള് വേറെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു, കണ്ടിരുന്നോ? കണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഒരു അഭിപ്രായം, നിങ്ങളുടെ ഒരു ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടപ്പോ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു ആ ന്യൂസ് അറിഞ്ഞപ്പോ? ഒന്നും തോന്നിയില്ല. വിജയനോടുള്ള ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നു? അദ്ദേഹം ഒരു ആക്ടർ എന്ന നിലയിൽ വളരെ നല്ല ആക്ടറാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അതിന് പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ.